ഞാൻ റീസെൻ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തപ്പോൾ കുറേ യങ് ഇൻഫ്ലുവൻസേഴ്സ്മാർ ഈവൻ 1 ഇയർ പോലും ആയിട്ടില്ല വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അവർക്ക് വരെ ഡിസ്ക് ബൾജ്, ബാക്ക് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സീനായി അവർ സ്റ്റോറീസും വീഡിയോസും ഒക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഗീവ് അപ്പ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ അവസ്ഥയിലെത്തി എന്നൊക്കെ പറഞ്ഞ്. ഈവൻ എനിക്ക് പേഴ്സണലി അറിയാൻ എൻ്റെ ഫ്രണ്ട്സ് പോലും ജിം തുടങ്ങി മാസങ്ങൾ പോലും ആയില്ല ഡിസ്ക് ബൾജ് എന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കുന്ന ടീംസിനെ എനിക്കറിയാം. റിഹാബും ഫിസിയോ ഒക്കെ ആയിട്ട് എന്നെ അപ്രോച്ച് ചെയ്യാറുമുണ്ട്. ഞാനപ്പോൾ ആലോചിക്കുക എനിക്കിപ്പോൾ 7 വർഷത്തിന് മേളിയായി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ദൈവം സഹായിച്ച് എനിക്ക് ഇതുവരെ ഒരു ഇഞ്ചുറീസ് പോലും വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ആലോചിക്കുമായിരുന്നു വാട്ട് മേ ബി ദ റീസൺ. അപ്പം ഞാനിപ്പോൾ ഓർത്തു ഈ ഈഗോ ലിഫ്റ്റിങ്ങും വാമപ്പും ഇതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ 2 റീസൺസ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രഷൻ വെസസ് സ്ലോ പ്രോഗ്രഷൻ. ഇതിനൊരു ഹ്യൂജ് ഡിഫറൻസ് തന്നെ. ഒരു ബിഗിനർ ജിമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അവൻ 1 മാസം കൊണ്ട് പ്രോഗ്രഷൻ ചെയ്യേണ്ട ഒരു വെയിറ്റ് അവൻ ഒരാഴ്ച കൊണ്ട് പ്രോഗ്രസ് ചെയ്യുമ്പോഴാണ് അവന് ഈ ഇഞ്ചുറീസ് വരാനുള്ള ചാൻസസ് കൂടുതലാകുന്നത്. ഫോർ എക്സാമ്പിൾ, അവനിപ്പോൾ ഒരാഴ്ച ജിമ്മിൽ വന്നു കഴിയുമ്പോൾ അവൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഞാനെല്ലാം പഠിച്ചു, ഇനി പെട്ടെന്ന് ബോഡി വെക്കണം, അപ്പോൾ വെയിറ്റ് കൂടുതലെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ബോഡി വരും എന്ന് ആ മൈൻഡ് സെറ്റ് വരുമ്പോഴാണ് അവന് ഏറ്റവും കൂടുതൽ ഇഞ്ചുറീസ് വരുന്നത്. ഇതൊക്കെ ഗൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു പ്രോപ്പർ നല്ലൊരു ട്രെയിനർ ഇല്ലാത്തത് മെയിൻ റീസൺ ആണ്. ഇപ്പോഴത്തെ എല്ലാം ട്രെയിനേഴ്സ്മാർ ചെയ്യുന്നത് 30 days ട്രാൻസ്ഫോർമേഷൻ, ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട്സ് കൊടുക്കുക, ബിസിനസ് ബിൽഡ് ചെയ്യുക, ഈ മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത മെയിൻ റീസൺ എനിക്ക് തോന്നിയത് ലൈഫ് സ്റ്റൈൽ ആൻഡ് റിക്കവറി ആണ്. ഇപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ 6 ദിവസം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ജോബ് സ്ട്രെസ്ഫുൾ ആണെങ്കിൽ, നിങ്ങൾ ഡെയിലി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി ടയേർഡായിരിക്കും. നിങ്ങൾ ഫുള്ളി എക്സോസ്റ്റഡ് ടയേർഡായിട്ടിരിക്കുന്ന ഒരു വ്യക്തി പോയിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇഞ്ചുറീസിനുള്ള ചാൻസ് എങ്ങനെയായിരിക്കും നിങ്ങൾ തന്നെ ആലോചിച്ചു. ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നിങ്ങൾ മാക്സിമം റിക്കവറി നിങ്ങളുടെ ഷെഡ്യൂളിൽ ആഡ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നിങ്ങൾ 6 ദിവസം ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ജിമ്മിൽ പോയാൽ മതി, അതിൽ കൂടുതൽ പോകണ്ട. മാക്സിമം നിങ്ങൾ റിക്കവറി കൊടുക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ന്യൂട്രീഷനും ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഫോളോ ചെയ്യാൻ നോക്കുക. റിക്കവറി എന്ന് പറയുമ്പോൾ പ്രോപ്പർ സ്ലീപ്പ്, റെസ്റ്റ് ആൻഡ് ന്യൂട്രീഷൻ ഇതൊരു മേജർ ഫാക്ടറാണ് നിങ്ങളുടെ ഇഞ്ചുറീസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ. ഈ 2 റീസൺസ് ആണ് എനിക്ക് പേഴ്സണലി മെയിൻ ആയിട്ട് തോന്നിയത്. അതാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തത്. പിന്നെ ഇതുപോലത്തെ ഫിറ്റ്നസ് കണ്ടന്റിന് വേണ്ടി നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട.